അവന്റെ അനുഗ്രഹം പ്രത്യേകിച്ചും 3 തരത്തിലാണ്. ഒന്നാമത് സദൃശവാക്യം 10:22 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ആമേൻ. ക്രിസ്തീയ ജീവിതത്തിന്റെ അടയാളം ദാരിദ്ര്യമല്ല, കടവുമല്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ അടയാളം സമൃദ്ധിയാണ്. ആമേൻ. ദാരിദ്ര്യം കുറച്ചുനാൾ, കഷ്ടത കുറച്ചുനാൾ. എന്നും ദാരിദ്ര്യം, എന്നും കഷ്ടത, എന്നും രോഗം. അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കേണ്ടത് നീയാണ്, ക്രമപ്പെടുത്തേണ്ടത് നിന്റെ ജീവിതമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവം അനുഗ്രഹങ്ങളുടെ ദൈവമാണ്, സമൃദ്ധിയുടെ ദൈവമാണ്, വിടുതലിന്റെ ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്, രോഗസൗഖ്യത്തിന്റെ ദൈവമാണ്. ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു. ഈ വചനത്തോട് കൂടെ സദൃശവാക്യം 10:2 ചേർത്ത് വായിക്കണം. നമുക്കത് വായിക്കാം. സദൃശവാക്യം 10-ാം അധ്യായം 2-ാം വചനം നമ്മ പഠിപ്പിക്കുന്ന ദുഷ്ടതയാ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ഈ വചനം നമുക്ക് ഏറ്റുപറയാമോ? ദുഷ്ടതയാൽ, എല്ലാവരും, ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ദുഷ്ടത കൊണ്ട് നീ വെട്ടിപ്പിടിച്ച സമ്പത്ത് നിനക്ക് ഉപകരിക്കുകയില്ല. കറക്റ്റ് ട്രാൻസ്ലേഷനിൽ സദൃശവാക്യം 10:22 വചനത്തിൽ ആ വചനത്തിന്റെ അടുത്തുള്ള വാക്കുകളിൽ ദൈവാത്മാവ് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു: അതോടുകൂടെ ദൈവം വേദനയെ കൂട്ടാർ. ആമേൻ. ദൈവം തരുന്ന സമ്പത്തോടു കൂടെ ദൈവം വേദനയെ കൂട്ടാർ. മലയാളത്തിലില്ല, തമിഴിൽ വായിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വായിക്കണം, അല്ലെങ്കിൽ ഒറിജിനൽ ട്രാൻസ്ലേഷൻ വായിക്കണം. ദൈവം തന്ന സമ്പത്താണോ അത് നിനക്ക് തരുന്നത് ദുഃഖമല്ല, സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. സമ്പത്ത് തരുന്നവൻ ദൈവമാണ്. രണ്ടാമത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വചനത്തിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ക്രിസ്തുവിൽ പിതാവാം ദൈവം നമുക്ക് തരുന്ന ചില ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്. ഭൗതികമായി അനുഗ്രഹിക്കുന്നവൻ ദൈവം, ആത്മീകമായി അനുഗ്രഹിക്കുന്നവനും ദൈവമാണ്. നീ ക്രിസ്തുവിൽ ആയിച്ചേർന്നാൽ നിന്റെ ജീവിതത്തിലെ പിതാവാം ദൈവം കൂട്ടിച്ചേർക്കുന്ന ചില ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന്, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 20-ാം വചനത്തില് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവന്റെ പേര് പിതാവാം ദൈവം സ്വർഗത്തിൽ എഴുതി ചേർക്കുന്നു. ആത്മീയ അനുഗ്രഹം ഒന്ന്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1-ാം വചനത്തിൽ അവന് ഒരു നിത്യ ഭവനം യേശു ക്രിസ്തു നിനക്ക് വേണ്ടി പണിയുന്നു സ്വർഗത്തിൽ. ആത്മീയ അനുഗ്രഹം 2. മൂന്നാമത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വചനത്തില് ദൈവ പൈതല് നിന്റെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ആത്മീയ അനുഗ്രഹം 3.
നാലാമത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ യോഹന്നാൻ 1:12 പിതാവാം ദൈവം നിന്റെ അപ്പനാകുന്നു, സ്വർഗത്തിൽ നിനക്കൊരു ബന്ധമുണ്ടാകുന്നു. ആത്മീയ അനുഗ്രഹം 4, ആത്മീയ അനുഗ്രഹം 5. 1 പത്രോസ് 1:5 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവന് ഒരു അവകാശം സ്വർഗത്തിൽ ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു മുഖാന്തരം ആത്മീയ അനുഗ്രഹം. മൂന്നാമത് തരത്തിൽപ്പെട്ട അനുഗ്രഹം കഷ്ടതയിൽ കൂടി അനുഗ്രഹം. സന്തോഷമില്ലേ? 2 കൈകളും ഉയർത്തി. ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിച്ചേരുവാൻ പലരും പാടുപെട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വിജയത്തിന്റെ ഒരു സ്റ്റെപ്പ് അവന് ശോധന വരുമ്പോഴാണ്. നിങ്ങൾ ഇത്ര പേരും ഒരു ശോധനയെ ഇന്ന് ജയിച്ചിരിക്കുന്നു. അതിന്റെ മറുപടി ദൈവം നൽകും. നിങ്ങളുടെ അവസ്ഥയിൽ ദൈവം മാറ്റം കൽപ്പിക്കും. ആമേൻ. കഷ്ടതയിൽ കൂടി ദൈവപൈതലേ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് ശാപമല്ല, അനുഗ്രഹമാണ്. 2 തിമോഥീസ് 3:12 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള നീതിമാന് ഈ ലോകം തരുന്ന ഉപദ്രവത്തിന്റെ പേരാണ് അനുഗ്രഹം. ആ ഉപദ്രവം കൊണ്ട് വരുന്നത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നിന്നെ തകർത്തുന്ന അനുഭവമല്ല, നിന്റെ ജീവിതത്തിൽ പ്രത്യാശ ഉളവാക്കുന്ന അനുഭവം. യോഹന്നാൻ സുവിശേഷം 16:33 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ട്, ഒതുങ്ങി തളർന്നു പോകരുത്, ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക. കഷ്ടതയിൽ ധൈര്യം, ഒടുവിൽ ജയം. ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു, യേശു അരുളി ചെയ്യുന്നു, തന്റെ ജനത്തിനും ദൈവം ജയം നൽകും. അതിന്റെ പേരാണ് അനുഗ്രഹം. അനുഗ്രഹം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, 1 രാജാക്കന്മാർ 18-ാം അധ്യായം 46-ാം വചനത്തിൽ 3.5 ആണ്ടുകാലം മഴയില്ലാതെ കിടന്ന രാജ്യത്തിൽ മഴ കൊണ്ടുവരണമേ, അങ്ങ് ദൈവം, ഞാൻ അങ്ങയുടെ ദാസൻ എന്ന് ആഗാബ് കണ്ടു നിൽക്കെ എലിജ പ്രാർത്ഥിച്ചു. എന്നാൽ അവിടെ മഴയെ ദൈവം അയച്ചു. തന്റെ ബാല്യക്കാരനോട് എലിജ കൽപ്പിക്കുന്നു, രാജാവിനോട് ചെന്ന് അറിയിക്കുക, വൻമഴ ഇതാ വരുന്നത് ഞാൻ കണ്ട്, അങ്ങയുടെ രഥം തടസ്സപ്പെടുത്താത്ത രീതിയിൽ ഇപ്പോൾ തന്നെ ഇറങ്ങി പുറപ്പെടാൻ കൽപ്പിക്കുക. രാജാവ് തന്റെ രഥത്തിൽ യാത്ര പുറപ്പെടുമ്പോൾ 1 രാജാക്കന്മാർ 18:46 എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്ന്, ആമേൻ, അതാണ് അനുഗ്രഹം. ദൈവത്തിന്റെ കരം നിന്റെ മേൽ വരുമ്പോൾ നീ ആർക്കും പിന്നിലല്ല, നീ എല്ലാവർക്കും മാത്രമല്ല, രാജാവിനും മുമ്പിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കരം എലിജാവിന്റെ മേൽ ഇറങ്ങിയപ്പോൾ അവൻ ഓടി. മുറിക്കും കൊണ്ട് ഇസ്രായേലിൽ എത്തുന്നത് വരെ ആഗാബ് ചക്രവർത്തിയുടെ രഥത്തിന്റെ മുമ്പിൽ ഓടി. അതാണ് അടയാളം. രാജാവിന്റെ വാഹനം ഓവർടേക്ക് ചെയ്തു കൂടാ, ഗൾഫ് നിയമമാണ്. എത്ര പ്രഗൽഭനായാലും കിങ്ങിന്റെ വാഹനം മുമ്പിൽ ഉണ്ടെങ്കിൽ അവൻ പുറകെ തന്നെ പോകണം. ഇത് ഗൾഫിന്റെ നിയമമാണ്. ദൈവത്തിന്റെ കരം അവന്റെ മേൽ ഇറങ്ങിയപ്പോൾ അവനാണ് രാജാവ്. രാജാവിന്റെ വാഹനത്തിന് മുമ്പിൽ ഓടി എന്ന് വെച്ചാൽ
അവൻ പലർക്കും അത്ഭുതമാണ്. അവൻ രാജാവിനും അത്ഭുതമാണ്. ദൈവത്തിന്റെ കരം നിന്നിൽ പ്രവർത്തിക്കുമ്പോൾ ലോകത്തിന് നീ അത്ഭുതമാണ്. എന്റെ മകൻ 2012 ജനുവരിയിൽ 20-ാം തീയതി ജനിച്ചു. 3 മാസം ആകും മുമ്പ് ആ കുഞ്ഞിനെ ഞാൻ ഇങ്ങനെ തൂക്കിക്കൊണ്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയി പാസ്പോർട്ട് എടുക്കാൻ. അതിനു മുമ്പ് ഞങ്ങളുടെ ഫയൽ അവിടെ എത്തിച്ചേർന്ന് ഞങ്ങളുടെ ഫയൽ നിങ്ങളുടെ നെയ്യാറ്റിൻകര പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ എത്തിച്ചേർന്ന നാള് മുതൽ വേറെ ഒരു സംസാരവുമില്ല. അവിടെ സംസാരമൊക്കെയും അഭിഷേകിനെ കുറിച്ചാണ്. ആമേ. ഞങ്ങളവിടെ കുഞ്ഞുമായി എത്തിച്ചേർന്ന് ഓഫീസർ നമ്പർ 1 മുതൽ സെക്യൂരിറ്റി ഗാർഡ് വരെ ഞങ്ങളെ ചുറ്റുമെന്ന് വളഞ്ഞു. ക്രിസ്തുവിന്റെ കരം നിന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നീ പലർക്കും ഒരു അത്ഭുതമാണ്. ഞാൻ ഈ വരും നാളുകളിൽ ഞാനും എന്റെ മകൻ അഭിഷേകും വേറൊരു രാജ്യത്തിൽ സുവിശേഷം അറിയിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. 20 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര. അങ്ങനെ വെറുതെ പോയി ഇറങ്ങാൻ പറ്റത്തില്ല. അതിന് ചില ഇന്റർവ്യൂ നിബന്ധനകളുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ആ രാജ്യത്തിന്റെ ഹൈക്കമ്മീഷണർ, ഇന്ത്യൻ ഹൈക്കമ്മീഷണർ എന്നെ ഫോണിൽ വിളിച്ച് 45 മിനിറ്റ് ഇന്റർവ്യൂ ചെയ്തു. 45 മിനിറ്റ് ഇന്റർവ്യൂവിൽ 4 പ്രാവശ്യം അവർ ചോദിച്ചത് എന്റെ മകന്റെ ജന്മദിനമാണ്. അവർക്ക് സംശയമാണ്. 4 പ്രാവശ്യം തിരികെ 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 അവന്റെ ജന്മദിനം, 6 പ്രാവശ്യം എന്റെ ജന്മദിനം. അവസാനം ഹൈക്കമ്മീഷണർ പറഞ്ഞ്, സുന്ദർ സിംഗ്, യു ആർ എ മിറക്കിൾ, നിങ്ങളൊരു അത്ഭുതമാണ്. അതാണ് ദാവീദ് എഴുതുന്നത്, ഞാൻ പലർക്കും അത്ഭുതമാണ്. എലിജ രാജാവിന് ഒരു അത്ഭുതം. ഇന്ന് കർത്താവിന്റെ കരം നിന്റെ മേൽ ഇറങ്ങാൻ പോകുന്നു. നീ ലോക മനുഷ്യരുടെ മുമ്പിൽ ഒരു അത്ഭുതമായി ജീവിക്കുന്ന രീതിയിൽ നമുക്ക് എഴുന്നേൽക്കാമോ? ഹല്ലേലൂയ. അഗ്നി ഇറങ്ങുന്നേ, അഭിഷേക തീ ഇറങ്ങുന്നേ എല്ലാവരിലും എല്ലാവരിലും എല്ലാവരിലും. വേഗം എഴുന്നേൽക്കുക, വേഗം എഴുന്നേൽക്കുക. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി, ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. അതിനു മുമ്പായി ഒരറിയിപ്പ് കൊണ്ട് ശ്രദ്ധിപ്പിൻ. ആരും ടെൻഷൻ അടിക്കരുത്. നിങ്ങളുടെ മടക്ക് യാത്രയിൽ ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെ ഉണ്ട്. ഏലിയാവിനെ രാജാവിന്റെ വാഹനത്തിന്റെ മുമ്പിൽ ഓട്ടിച്ച് കൊണ്ട് എത്തിച്ച ദൈവം ഇന്നും ജീവനോട് ഉണ്ട്. നിങ്ങളുടെ വാഹനത്തോട് കൂടെ വരും. വാഹനമില്ലാത്തവർക്ക് ദൈവം വാഹനം ക്രമീകരിച്ചു തരും. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അഭിഷേക തീ വ്യാപരിക്കുന്നു എല്ലാരിലും എല്ലാരിലും. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. തന്റെ ജനത്തിന്മേൽ ഇറങ്ങുന്നു, തന്റെ ജനത്തിന്മേൽ ഇറങ്ങുന്നു. കൈകളെ തട്ടി ആത്മാവിൽ നിറഞ്ഞ് ഉള്ളു തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉറങ്ങി ഉറങ്ങി നിൽക്കരുതേ, ഉറങ്ങി ഉറങ്ങി നിൽക്കരുതേ. വാ തുറക്കുക, വാ തുറക്കുക, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും എല്ലാവരും. ഓരബലജന യേശുവേ, നിങ്ങൾ എല്ലാവരും ഇന്ന് അഭിഷേകിക്കപ്പെടണം. സർവരും അഭിഷേകിക്കപ്പെടണം. എല്ലാവരും അഭിഷേകിക്കപ്പെടണം. യേശുവേ, നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. അടിയനെ നിറയ്ക്കണമേ, അടിയനെ നിറയ്ക്കണമേ. എന്റെ വലതു ഭാഗത്തിൽ ചെയറിൽ വലതു അറ്റം ശരീരത്തിലെ തീരാട്ട മുറിയുമായി നിലവിളിക്കുന്ന ഒരു സഹോദരന് കർത്താവ് തൊടുന്ന് സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ. വിദേശത്തിലേക്ക് പോകുവാൻ
ഒരു ജോലി ലഭിക്കുവാൻ പേപ്പർ ശരിയാകാതെ തളർന്ന് ഹൃദയമായി നിലവിളിക്കുന്ന 7 വ്യക്തികൾ ഈ കൂട്ടായ്മയിലുണ്ട്. യേശു 7 പേരെയും തൊടുന്ന് നിങ്ങൾക്കൊരു അത്ഭുതം. അടഞ്ഞ വാതിലിനെ കർത്താവ് തുറക്കുന്നു. നന്ദി, നന്ദി, നന്ദി. വാ തുറന്ന് നിലവിളിച്ചാട്ടെ, വാ തുറന്ന് നിലവിളിച്ചാട്ടെ. അഗ്നി വ്യാപരിക്കുന്നതാ, അഗ്നി വ്യാപരിക്കുന്നതാ. ടെൻഷൻ, പിരിമുറുക്കം, ഉറക്കമില്ലായ്മ, മാനസിക വിഭ്രാന്തി യേശുവിൻ നാമത്തിൽ വിടുതൽ ഉണ്ടാകുന്നതാ. മക്കളെ കുറിച്ചുള്ള വേദന സ്വർഗം കനിയുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ. ടി 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 ടി. കൈകൾ ഉയർത്തി കൈകളെ തട്ടി ആർപ്പിടുക. അടങ്ങി നിൽക്കരുതേ, ആർപ്പിടുക. അടങ്ങി നിൽക്കരുതേ, ആർപ്പിടുക. അടങ്ങി നിൽക്കരുതേ, ആർപ്പിടുക. അടങ്ങി നിൽക്കരുതേ. സ്വർഗം നിങ്ങൾക്കായി തിറക്കപ്പെടുന്നു. സ്വർഗം നിങ്ങൾക്കായി തിറക്കപ്പെടുന്നു. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. ആമേ. തന്റെ ഏക മകൾ വിവാഹ തടസ്സ മുഖാന്തരം ആത്മഹത്യ ചെയ്യാലെന്ന് എന്ന് ചിന്തിച്ച് നിലവിളിക്കുന്ന വിധവ മാതാവിന് യേശുവിന്റെ കരം തൊടുന്നത് ഞാൻ കാണുന്നു. തടസ്സ മതിലുകൾ പൊഴിയുന്നു, പൊഴിയുന്നു. കടംഭാര മുഖാന്തരം നിലവിളിക്കുന്ന അനേക വ്യക്തികളിൽ യേശുവിന്റെ കരം ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. തടസ്സ മതിലുകൾ പൊഴിയുന്നു, ബന്ധന കയറുകൾ പൊട്ടുന്നു. നീ വളരാതിരുപ്പാൻ, നീ ശോഭിക്കാതിരുപ്പാൻ കർത്താവിന്റെ കരം, നീ ശോഭിക്കാതിരുപ്പാൻ നിനക്ക് വിരോധമായി ചെയ്യപ്പെട്ട മാന്ത്രിക അമ്പുകൾ യേശുവിൻ നാമത്തിൽ തകർക്കുന്നതാ. ടി 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 ടി. ഓ റബ ജന ശകാല ദന്തനദബ. ടി 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 ടി. ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. മക്കളില്ലാത്ത ദൈവമക്കൾ കരമുയർത്തിക്കൊള്ളുക. അവർക്ക് വേണ്ടി മറ്റവർ കൈ ഉയർത്തി ദൈവത്തോട് നിലവിളിച്ചാട്ടെ. ഇന്ന് ഒരു അത്ഭുതം, ഇന്ന് ഒരു അത്ഭുതം. ഇന്ന് എന്റെ ദൈവമേ, ഈ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ഇന്ന് ഇപ്പോൾ പ്രവർത്തിച്ചതിനായി നന്ദി. പരീക്ഷ എഴുതിയ കൈ ഉയർത്തി കൈ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പരീക്ഷ എഴുതിയ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന, പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിനികളുടെ മേൽ കർത്താവിന്റെ കരം ഇറങ്ങുന്നതാ. കർത്താവിന്റെ കരം ഇറങ്ങുന്നതാ. നീ ആഗ്രഹിച്ചിരിക്കുന്ന മാർക്ക് ദൈവത്തോട് യാചിക്കുക, ദൈവത്തോട് യാചിക്കുക. ദൈവമേ, അപ്പാ, ഇത്ര മാർക്ക് എനിക്ക് ആവശ്യമുണ്ട്. നിലവിളിച്ചാട്ടെ, വാ തുറന്ന് നിലവിളിച്ചാട്ടെ, വാ തുറന്ന് കരഞ്ഞാട്ടെ. തീ ഇറങ്ങുന്നടാ എല്ലാരുടെ മേലും. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. യേശുവിന്റെ രക്തത്താൽ എടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ, ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ, കാഹളം നാം കെട്ടിടാം. കാലമേറെ ഇല്ലല്ലോ, കാഹളം നാം കെട്ടിടാം. കണ്ടൻ താരാ ആമേ പോകാറാ. കൈകൾ ഉയർത്തി ബലമായി കൈതട്ടി ആമും പോകാറാ. ശാപങ്ങൾ തകർന്നിടും,
യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടോടിയിടും. യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. യേശുവിന്റെ രക്തത്താൽ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയിൽ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയിൽ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കണ്ടൻ വാരാറാ നാമും പോകാറാ. കണ്ടൻ വാരാ എല്ലാരും നാമും പോകാറാ. കണ്ടൻ വാരാറാ നാമും പോകാറാ. കണ്ടൻ വാരാറാ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിയിടോ യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയിൽ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയിൽ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കണ്ടൻ വാരാറാ നാമും പോകാറാ. കണ്ടൻ വാരാറാ നാമും പോകാറാ. കണ്ടൻ വാരാറാ. യഹോവയുടെ കരം നിന്റെ മേൽ, ക്രിസ്തുവിൻ കരം നിന്റെ മേൽ, യേശുവിൻ കരം നിന്റെ മേൽ, യേശുവിൻ കരം നിന്റെ മേൽ, യേശുവിൻ കരം നിന്റെ കുടുംബത്തിന്മേൽ. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, അഗ്നിയിൽ നിറയുക, അഗ്നിയിൽ നിറയുക. അവന്റെ കരം നിന്റെ മേൽ നിറച്ചതിനായി നന്ദി. ദൈവമേ, അങ്ങയുടെ നാമത്തിനായി ഈ മക്കൾ കഷ്ടം സഹിച്ചിരിക്കുന്നു. ഈ കഷ്ടത മുഖാന്തരമുള്ള അനുഗ്രഹം ഇവിടെ കുടുംബത്തിൽ വർദ്ധിപ്പിച്ച് നൽകണമേ. ഇവരോട് കൂടെ പോകണമപ്പാ. ഇവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. മാനവമഹത്വം ദൈവത്തിന്. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.